ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു പുനരന്വേഷണം നേരിടണമെന്ന് സുപ്രീം കോടതി. 1 വർഷത്തിനുള്ളിൽ വിചാരണ നടത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവ് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി നടപടി. അന്വേഷണത്തിനെതിരെ ആന്റണി രാജു സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. നേരത്തെ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസ് ഗുരുതരമാണെന്ന് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു. ലഹരിമരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു കൃത്രിമം നടത്തി എന്നതാണ് കേസ്. കേസിലെ 2ാം പ്രതിയാണ് ആന്റണി രാജു. കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച് പ്രതിയെ അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവാണ് രക്ഷപ്പെടുത്തിയത്. 1990 ഏപ്രിൽ 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലായ അടിവസ്ത്രം കോടതിയിൽ നിന്നും മാറ്റി പകരം മറ്റൊന്ന് വെച്ചു എന്നതാണ് ആന്റണി രാജുവിനെതിരായ കേസ്. കോടതി ജീവനക്കാരനായ ജോസ് ആണ് കേസിലെ മറ്റൊരു പ്രതി. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവദോർ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലായിരുന്നു വിചാരണ. ആന്റണി രാജു അദ്ദേഹത്തിന്റെ സീനിയറുമായിരുന്ന സിലിൻ വിൽഫ്രഡാണ് പ്രതിയുടെ വക്കാലത്ത് എടുത്തത്. എന്നാൽ കേസ് തോൽക്കുകയായിരുന്നു. പിന്നാലെ പ്രതിക്ക് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിച്ചു. എന്നാൽ പ്രതിക്കായി ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. കുഞ്ഞിരാമമേനോനായിരുന്നു പ്രതിക്ക് വേണ്ടി ഹാജരായത്. കേസിൽ ആൻഡ്രൂ കുറ്റവിമുക്തനായി. കേസിലെ പ്രധാന തൊണ്ടി വസ്തുവായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദം മുഖവിലക്കെടുത്തായിരുന്നു കോടതി നടപടി. പിന്നാലെ ആൻഡ്രൂ രാജ്യം വിടുകയും ചെയ്തു. എന്നാൽ ഓസ്ട്രേലിയയിൽ വെച്ച് ഒരു കൊലക്കേസിൽ ആൻഡ്രൂ പ്രതിയായി. തടവിൽ കഴിയുന്നതിനിടെ ആൻഡ്രൂ സഹതടവുകാരനോട് കേരളത്തിലെ കേസിൽ അഭിഭാഷകന്റെയും കോടതിയിലെ ക്ലർക്കിന്റെയും സഹായത്തോടെ അടിവസ്ത്രം മാറ്റിയെന്നും അങ്ങനെ താൻ കേസിൽ കുറ്റവിമുക്തനായി എന്നും പറഞ്ഞു. ഇക്കാര്യം സഹതടവുകാരൻ പോലീസിനെ അറിയിച്ചു. 1996 ജനുവരി 25-ന് ഈ മൊഴി കാൻബറയിലെ ഇന്റർപോൾ യൂണിറ്റ് ഇന്ത്യയിലെ ഇന്റർപോൾ യൂണിറ്റിനും അവിടെ നിന്നും കേരള പോലീസിനും കൈമാറി. ഇതോടെ കേസിൽ കൃത്രിമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ CI KK ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകുകയും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയുമായിരുന്നു. കോടതിയുടെ പരിഗണനയിലിരുന്ന തൊണ്ടി മുതലിൽ കൃത്രിമത്വം നടന്നത് അതീവ ഗൗരവത്തോടെയാണ് സുപ്രീം കോടതി വിലയിരുത്തിയത്. തിരുവനന്തപുരം JFMC 2-ൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലിൽ ആണ് തിരിമറി നടത്തിയത്. എന്നാൽ തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി പോലീസാകാം എന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം. 1994-ൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലെ ശിരസ്തദാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വഞ്ചിയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 2006-ൽ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഫയൽ ചെയ്തു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B, 420, 2.1, 201, 193, 217, 34 എന്നീ വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത്. 2006-ലെ പോലീസ് കുറ്റപത്രം കഴിഞ്ഞ 16 വർഷം വിചാരണയില്ലാതെ വിചാരണ കോടതിയിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. ഈ കുറ്റപത്രത്തിനാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയോടെ വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നത്. എന്നാൽ വിചാരണ ഫലപ്രദമായി പൂർത്തിയാക്കുക എന്നത് എളുപ്പമല്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേസിലെ പല സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന വിഷയം ഉൾപ്പെടുന്ന കേസാണിതെന്ന് വാദം കേൾക്കലിനിടെ ജസ്റ്റിസ് CT രവികുമാറും ജസ്റ്റിസ് സഞ്ജയ് കരോളും അടങ്ങുന്ന ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു. സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. സത്യം തെളിയാൻ കേസിൽ വിചാരണ വേണമെന്ന നിലപാടിലാണ് സുപ്രീം കോടതി എത്തിച്ചേർന്നത്.